Hi everyone, welcome to Shuk Vlog again. Today I am introducing you KR Market, the very biggest local market in Bangalore, wholesale and retail in Kalasipalayam. ഇവിടെ എല്ലാ തരം സാധനങ്ങളും A to Z സാധനങ്ങളും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്നതായിരിക്കും. അവൈലബിൾ എവരി സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. വി ഗെറ്റ് വെരി ചീപ്പസ്റ്റ് പ്രൈസ് ഇൻ ദിസ് ലോക്കൽ മാർക്കറ്റ്. വേറൊരു കാര്യം, ഇതൊരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് ഫുള്ളി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നല്ല തിരക്കാണ്, പൊതുവേ നല്ല തിരക്കാണ്. പിന്നെ ടോക്കൺ സിസ്റ്റമാണ്. നമ്മളിപ്പോൾ പൈസ കൊടുത്താൽ പൈസ അവർക്ക് നോക്കാൻ സമയമില്ലാതെ പ്ലേറ്റിൽ പൈസ ഇടുകയും പ്ലേറ്റാണ് ക്യാമറയിൽ മോണിറ്റർ ചെയ്യുക. ആ പ്ലേറ്റിൽ അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. എത്ര പൈസ അവർ വാങ്ങിച്ച് എത്ര കൊടുത്തുള്ള കൺഫ്യൂഷൻ വരില്ല, തിരക്കുള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ വേണ്ടുന്ന സാധനം ഓർഡർ ചെയ്താൽ അവർ ടോക്കൺ തരും. ആ ടോക്കൻ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് തരും. അങ്ങനെയാണ്. നല്ല തിരക്കാണ്, പൊതുവേ നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണിത്. ഫുള്ളി വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോർമലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസ് ഐറ്റംസൊക്കെ ഉണ്ട്. അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത് ഈ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിന് പുറത്തേക്ക് പോയി മാർക്കറ്റുണ്ട്, ഡ്രസ് മാർക്കറ്റ്, ചിപ്പേറ്റ്, KR മാർക്കറ്റ്. റോഡ് ദൂരെ പോയാൽ കുറച്ചുകൂടി പോയാൽ കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് വലിയ മാർക്കറ്റാണ്. മൊത്തം ക്യാൻവാസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കവർ ചെയ്യാമെന്നാണ് ഡിഫിക്കൽട്ട്. സോ കുറച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, പാർട്ടായിട്ട് ഇടാം. ഇതൊരു പള്ളിയാണ്, മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ജുമാ മസ്ജിദാണിത്. ഇതൊരു പഴയ പള്ളിയാണ്. അതിൻ്റെ വുളു ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ പൈപ്പ് ആദ്യം വെറും കൈ കൊണ്ട് വുളു ചെയ്യലായിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് അവർ പൈപ്പ് സിസ്റ്റമാക്കി, സെപ്പറേറ്റ് പൈപ്പ് കൊണ്ടുവന്നു. ഇതൊക്കെ വഴി വാണിഭക്കാരുമുണ്ട്, വലിയ ഹോൾസെയിൽസും ഉണ്ട്. ഹോൾസെയിൽ ഷോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത, അവർ പുരോഗമനം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ കാൽക്കുലേറ്ററോ പോലും ഉപയോഗിക്കുന്നില്ല. അവർ കൈ കൊണ്ടാണ് എഴുതിയിട്ട് കണക്കുകൾ അവർ എഴുതുന്നത്. അതൊക്കെ വളരെ ഇന്നത്തെ കാലത്ത് വിരളമാണ്. പക്ഷെ അവർ ചെയ്യുന്ന ബിസിനസ്സുകൾ വലിയ ബിസിനസ്സുകൾ, ഡീലുകൾ അവർ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലെ ഒരുപാട് ചെറുകിട കടകളിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. ബാംഗ്ലൂരിൽ മാത്രമല്ല, പല നാട്ടിൽ നിന്ന് വരുന്ന കടകളിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ്. പക്ഷെ അവർ ഇന്നും അവരുപയോഗിക്കുന്ന പെന്നും കടലാസുകളും കണക്കൂട്ടിയിട്ടാണ് കൂടുതൽ കടകളും തിരക്കുമാണ്. മാർക്കറ്റിലാണ് ചിപ്പേറ്റിലെ മാർക്കറ്റാണ്. സാരി, ഡ്രസ്സുകൾ, ലാംഗ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ്. ചിപ്പേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രീറ്റാണ്. ചിപ്പേറ്റിൽ അവിടെയാണ് സാരി, ഡ്രസ്സുകൾ ഇതൊക്കെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. होलसेल क्या है? साड़ी है, लहंगा है, क्या चाहिए? लहंगा जस्ट बस पूछने के लिए, बाद में आएगा। कितना है ये लहंगा? ये वाला 5200 का है, 2000 स्टार्टिंग आएगा।
2000 स्टार्ट है, ये होलसेल प्राइस है। होलसेल प्राइस 1200 से पड़ेगा आपको। ओके, वो बंडल बंडल लिए तो 1-2 पीस लिए तो नहीं। ഇത് ഒരു കുരങ്ങച്ചാരൻ, അദ്ദേഹം ഇവിടുന്ന് ഒരു ഫുഡ്. ഇത് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ചാറ്റ് ചെയ്യാണ് ഫുഡ്. എന്തോ ഫങ്ഷൻ ഉണ്ടായിട്ടായിരിക്കാം അദ്ദേഹം ഭക്ഷണം ഓരോരോ ആൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്, വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സും പൊതുവെ റോഡിലൂടെ പോകുന്ന ആൾക്കാരും നിരന്ന് വാങ്ങുകയാണ്. കുരങ്ങച്ചാരൻ ഒരു ഫുഡ് ആരോന്നും അടിച്ചു മാറ്റിയതാണ്. അദ്ദേഹം അവിടെ ആരെയോ സ്കൂട്ടറിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ കേബിൾ വയർ തൂങ്ങിക്കിടക്കുന്നുണ്ട്. കേബിൾ വയറിലൊക്കെ തൂങ്ങി ഡാൻസ് ആടി കളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായത്. അവരിങ്ങനെ അവിടെ മാർക്കറ്റിൽ ആരെങ്കിലും ഫുഡുകൾ വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ ഇതൊക്കെ പച്ചക്കറി മാർക്കറ്റ്. അത് സൂം ചെയ്തിട്ട് ഞാൻ അടുത്താണ് പച്ചക്കറി മാർക്കറ്റ്. പിന്നെ ഇതൊക്കെ പശുവുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രൂട്ടുകൾ, മറ്റ് പഴങ്ങൾ, പച്ചക്കറികൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെക്കുന്നത് കാണാം. അവിടെ എത്രയും ആൾക്കാരുടെ ജീവിത മാർഗങ്ങളാണ്. ഒരുപാട് ആൾക്കാർ ആന്ധ്ര, കേരള എന്നൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് പണി. ഇതുപോലെ പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, A to Z ഐറ്റംസ്, ചട്ടികൾ, പ്ലാസ്റ്റിക് പേപ്പറുകൾ, പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ, അങ്ങനെ എല്ലാ സാധനവും.